2012 ജനുവരി 13 രാത്രി 9:42 ആ ദുരന്തം. കോസ്റ്റ കോൺകോർഡിയ എന്ന വമ്പൻ ഉല്ലാസക്കപ്പൽ കടലിലെ പാറക്കൂട്ടങ്ങളിൽ ഇടിച്ച് മറിയുകയായിരുന്നു. 4200 യാത്രക്കാരുമായി 50 അടി താഴ്ചയിലേക്ക് കപ്പൽ മുങ്ങി. 32 പേർക്ക് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. 2 പേരുടെ മൃതദേഹം ഈ 2 വർഷത്തിനു ശേഷവും കണ്ടെടുക്കാനായില്ല. 100 വർഷം മുൻപ് അപകടത്തിൽപ്പെട്ട ടൈറ്റാനിക്കിനേക്കാൾ വലിയ കപ്പലായിരുന്നു കോസ്റ്റ കോൺകോർഡിയ. ടൈറ്റാനിക്കിന് സംഭവിച്ചതുപോലെ ക്യാപ്റ്റന്റെ പിഴവും തെറ്റായ സഞ്ചാരപഥവും കോസ്റ്റ കോൺകോർഡിയയും തകർത്തു. 3 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുണ്ടായിരുന്ന കപ്പലിനെ കടലിൽ നിന്നുയർത്താൻ അത്ര എളുപ്പമായിരുന്നില്ല. കാലാവസ്ഥയും പ്രതികൂലമായതോടെ 20 മാസങ്ങൾ വേണ്ടിവന്നു പാറക്കൂട്ടത്തിൽ നിന്ന് കപ്പലിനെ മോചിപ്പിക്കാൻ. അതോടെ ലോകത്തിലെ തന്നെ കപ്പലുയർത്തൽ ഉദ്യമങ്ങളിൽ വലിയതെന്ന പേരും ഇതിന് ലഭിച്ചു. ഒപ്പം $800 മില്യൺ ഈ കപ്പലുയർത്തൽ ഉദ്യമത്തിനായി ചെലവഴിച്ചു. അടിഭാഗവും ഒരു വശവും പൂർണ്ണമായി തകർന്ന കോസ്റ്റ കോൺകോർഡിയയിൽ അറ്റകുറ്റപ്പണികൾ ഇനി അസാധ്യമാണ്. അതിനാൽ കപ്പൽ പൊളിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ജൂൺ മാസത്തിനുള്ളിൽ ഗിഗ്ലിയോ തീരത്തുനിന്ന് കപ്പൽ പൂർണ്ണമായും മാറ്റും. ന്യൂസ് ഡെസ്ക്